ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. തൻ്റെ സങ്കടങ്ങളെല്ലാം പൂജാ റൂമിലോട്ട് വന്നിരുന്ന് കണ്ണനോട് പറയുവാണ് നമ്മുടെ രാധിക. അച്ഛൻ്റെ അവസ്ഥ ഇനി എന്തു തന്നെ ആയാലും ഞാൻ ചെയ്തത് വലിയ തെറ്റു തന്നെ ആയിപ്പോയി. ആരെയും അറിയിക്കാതെ ഞാനങ്ങനെ പ്രിയങ്കയുടെ ചിത കത്തിക്കാൻ പാടില്ലായിരുന്നു. അതിനുള്ള ശിക്ഷ ഭഗവാനെ കൃഷ്ണ നീ എനിക്ക് തന്നോളൂ, ഞാനതെല്ലാം അനുഭവിച്ചോളാം എന്നും പറഞ്ഞ് രാധിക അവിടെ കരയുവാണ്. ഇതൊന്നും അല്ലെങ്കിലും എൻ്റെ കൃഷ്ണ നീ എനിക്കൊരല്പം സ്വസ്ഥതയെങ്കിലും താ എന്നും പറഞ്ഞ് രാധിക ഹൃദയം പൊട്ടി കരയുവാണ്. ആ സമയത്താണ് യശോദ അങ്ങോട്ട് കയറി വരുന്നത്. എന്താ മോളെ, എന്തിനാ മോളിങ്ങനെ സങ്കടപ്പെടുന്നത്? ഇതുവരെ ഇല്ലാത്ത പെരുമാറ്റമാണല്ലോ മോള് കാണിക്കുന്നത്. അമ്മയോട് പറ, എന്താ മോളെ? അച്ഛന് കഞ്ഞി കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും മോൾ അത് ഒഴിവാക്കി. എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും മോൾ അമ്മയോട് തുറന്ന് പറയുന്നതല്ലേ, ഇപ്പോഴെന്താ മോളൊന്നും അമ്മയോട് പറയാത്തത്? പറ മോളെ. മോളൊന്നും കഴിച്ചില്ലല്ലോ, വാ മോളെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. മോൾ ആസ്പത്രിയിൽ നിന്ന് പ്രിയങ്കയെ കാണാൻ പോകുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി എൻ്റെ മോക്ക്? അവിടെ പോയിട്ട് വന്നതിന് ശേഷമാണല്ലോ മോക്ക് എന്തൊക്കെയോ മാറ്റം. എന്തെങ്കിലും കുഴപ്പമുണ്ടായോ മോളെ അവിടെ? അമ്മയോട് പറ. അമ്മയുടെ ആ ചോദ്യങ്ങൾക്കൊക്കെ എന്ത് മറുപടി പറയാനാണ് രാധിക ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുവാണ്. അമ്മയോട് എങ്ങനെ ഇതൊക്കെ പറയാതിരിക്കുന്നത്? ഇനിയും മറച്ചു വെക്കുന്നത് ശരിയാണോ എന്ന് കരുതിയിട്ട് രാധിക അമ്മയെ അവൾ എന്ന് പറയുമ്പോഴത്തേക്കും യശോദ പറയുന്നു, മോളൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. വരുണിൻ്റെ കാര്യത്തിൽ അവളുടെ പിടിവാശിയല്ലേ. അച്ഛനിപ്പം നിന്നെയും വരുണിനെയും യോജിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ അവൾ വല്ലതും മോളെ പറഞ്ഞു കാണും. അതല്ലേ മോൾ മിണ്ടാതെ വിഷമിച്ച് നിൽക്കുന്നത്? എൻ്റെ മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ദൈവം ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാക്കി തരും മോളെ. അവളെ നമ്മൾ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുമല്ലയോ എന്നിങ്ങനെ പറയുമ്പോൾ രാധിക ഒന്ന് ഞെട്ടുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിട്ടൊന്നും അവളെ തിരുത്താൻ പറ്റുന്നില്ലല്ലോ, ഇനി ദൈവമായിട്ട് അവളെ തിരുത്തട്ടെ. മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. മോൾ പോയി കുറച്ചു നേരം കിടന്നോ, അപ്പോഴത്തേക്ക് മോളെ അമ്മ വിളിച്ചോളാം. ശരി അമ്മേ എന്നും പറഞ്ഞ് രാധിക അങ്ങ് പോവാണ്. ഈശ്വര, എൻ്റെ മോക്ക് സമാധാനം കൊടുക്കണേ എന്നും പറഞ്ഞ് യശോദ അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണ്. മുറിയിൽ ചെന്നിരുന്ന് രാധിക പൊട്ടിക്കരയുവാണ്. ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. എത്ര നേരം ഈ ഹൃദയഭാരം ചുമന്നുകൊണ്ട് രാധികയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും? ചന്ദ്രശേഖരൻ ഗൗതമും കൂടി ഇരുന്ന് ഓരോ മാസ്റ്റർ പ്ലാനൊക്കെ ഇങ്ങനെ തയ്യാറാക്കുവാണ്. അച്ഛനും മോനും കൂടി ഇരുന്ന് ശരിക്കും മദ്യപിക്കുവാണ്. ഗൗതം വന്നിട്ട് സിം മാറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുവാണ്. എൻ്റെ പേര് കൈനക്കൽ ജഗന്നാഥക്കുറുപ്പ് എന്നും പറഞ്ഞ് CIയെ വിളിക്കുവാണ്. അങ്ങനെ ഗൗതം പേര് മാറ്റി സംസാരിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് CIയോട്. അയ്യോ എനിക്കറിയാം സാർ ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്ന ആളല്ലേ. സാറിൻ്റെ വാർത്തകളൊക്കെ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. സാർ എന്തിനാ ഇപ്പോൾ വിളിച്ചത്? അത് ഞാനിപ്പോൾ വിളിച്ചതിൻ്റെ കാരണം നിങ്ങളുടെ അന്വേഷണ പരിധിയിൽ എനിക്ക് താല്പര്യമുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് കണിമംഗലം പരമേശ്വരൻ്റെ മകൾ മരിച്ചതിൻ്റെ കേസ് എവിടം വരെയായി? ബോഡി കിട്ടി, പക്ഷെ ആരും കാണാതെ അടക്കവും ചെയ്തു. എന്ത് സാഹചര്യത്തിൻ്റെ പേരിലായാലും ഒരു പെൺകുട്ടി കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം കണ്ടെത്തണമല്ലോ. ഇതുവരെ നിങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഞാൻ ചോദിച്ചതിന് ആൻസർ പറയണം മിസ്റ്റർ. അത് കേട്ടിട്ട് CI പറയുന്നു, അത് സാറെ പെൺകുട്ടിയുടെ അച്ഛൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ശവസംസ്കാരം ചെയ്തത്. ആ ശവസംസ്കാര ചടങ്ങിൽ ആ പെൺകുട്ടിക്ക് വേണ്ട എല്ലാവരും ഉണ്ടായിരുന്നു സാർ. ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ആ പെൺകുട്ടിയുടെ കൊലപാതകത്തിനകത്തെ ഘാതകൻ ആരാണെന്ന് കണ്ടുപിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ഒഫീഷ്യലായിട്ട് ഈ കേസ് മൂവ് ചെയ്യേണ്ടി വരും. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കേരളത്തിലെ സാധാരണ പോലീസുകാരെ വെച്ചായിരിക്കില്ല. വേണ്ടി വന്നാൽ ഇത് PMൻ്റെ ഓഫീസിൽ വരെ പോവും. നിനക്കറിയാമല്ലോ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതൊക്കെ കേട്ടിട്ട് CI പറഞ്ഞു, സാറേ ഞാൻ അന്വേഷണം രാവിലെ തന്നെ തുടങ്ങിക്കോളാം. ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. എന്തായാലും ഞാൻ നാളെ തന്നെ അന്വേഷണം തുടങ്ങിക്കോളാം സാർ. എന്നാലിനി ഈ കേസിൻ്റെ വിവരങ്ങൾക്കായി എന്നെ ഈ നമ്പറിൽ വിളിക്കേണ്ട. അതിൽ ചില പ്രധാന ഇഷ്യൂസുകളുണ്ട്. വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്നും പറഞ്ഞ് ഗൗതം ഫോൺ കട്ട് ചെയ്യുവാണ്. ഇതെല്ലാം ചന്ദ്രശേഖരൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. ചന്ദ്രശേഖരൻ ചിരിച്ചോണ്ട് പറയാം, എടാ കൊള്ളാവല്ലോടാ മോനെ, ഇപ്പോഴീ സംസാരിച്ചത് ജഗന്നാഥക്കുറുപ്പല്ലെന്ന് ആരും പറയില്ല. ഇനി ഈ ജഗന്നാഥക്കുറുപ്പിൻ്റെ ആയുസൊക്കെ ഇത്രയൊക്കെ മതി. മോൻ ആ സിം എടുത്തങ്ങ് കളഞ്ഞേക്കണേ. അങ്ങനെ ഗൗതം ആ സിമ്മൊക്കെ എടുത്ത് കളയുന്നുണ്ട്. അങ്ങനെ വരുണിനെതിരെയുള്ള പ്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി എല്ലാം സൂക്ഷിച്ചു വേണം. മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടും പിഴച്ചു പോകരുത്. നമ്മളൊന്ന് മുറുക്കിയാൽ മതി, എല്ലാവരും കൂടെ ശ്വാസം മുട്ടി ചത്തുപോകും എന്നൊക്കെ ശേഖരൻ പറയുന്നുണ്ട്. രാധികയ്ക്ക് ഒരു സമാധാനമില്ല. രാധികയുടെ മനസ്സ് മുഴുക്കെ ആ ചിത കത്തിച്ചതാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. രാധിക ആ ചിതാഭസ്മം എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പ്രിയങ്കയെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുവാണ്. ഒരിക്കൽ പ്രിയങ്ക മനസ്സറിഞ്ഞ് രാധികയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. അങ്ങനെ കുറച്ചു നാളെങ്കിലും പ്രിയങ്ക രാധികയോട് വളരെ സ്നേഹത്തോടെ തന്നെ ആയിരുന്നു പെരുമാറിയിരുന്നത്.
അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ രാധികയെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വരുൺ വിളിക്കുന്നത്. രാധിക ഫോൺ എടുക്കുമ്പോൾ വരുൺ ചോദിക്കുന്നു, എന്താ രാധികയെ, താൻ ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സിനൊരു സമാധാനമില്ല. നമ്മൾ ചെയ്തത് വലിയൊരു തെറ്റല്ലേ? അവൾ ഇല്ലാതായതുപോലും അറിയാതെ അച്ഛനും അമ്മയും പാവം കിടന്നുറങ്ങുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. രാധികയെ, താൻ കരയാതെ. അച്ഛൻ്റെ അസുഖമല്ലോ ഓർത്തിട്ടല്ലേ നമ്മൾ അച്ഛനടുത്ത് മറച്ചു വെച്ചിരിക്കുന്നത്. പ്രിയങ്കയുടെ മരണവാർത്ത വല്ലോ അച്ഛൻ അറിഞ്ഞാൽ പിന്നെ അച്ഛൻ ജീവനോടുണ്ടാവുമോ? എല്ലാവർക്കും ആ കുറ്റബോധം ഉണ്ടോ. പക്ഷെ നമ്മുടെ ഈ കുറ്റബോധം അച്ഛൻ അറിയാൻ ഇടയാകരുത്. രാധികയുടെ വിഷമം എനിക്ക് നല്ലതുപോലെ അറിയാം. തനിക്കിതൊക്കെ പിടിച്ചു നിൽക്കാനാവില്ലെന്നും അറിയാം. എന്നാലും പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ രാധികയെ. അമ്മയും മുത്തശ്ശിയും ഇത് വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. പോലീസുകാർക്ക് സത്യം അറിയാമല്ലോ, അവരിതൊക്കെ പുറത്ത് പറയില്ലേ? അവരിത് കണിമംഗലത്ത് അറിയിക്കത്തില്ലേ എന്നൊക്കെ രാധിക ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ കണ്ടീഷനെല്ലാം നമ്മൾ പോലീസുകാരോട് പറഞ്ഞതല്ലേ, അതുകൊണ്ട് പോലീസുകാർ ആറ്റുവാശയിലും ഒന്നും അറിയിക്കില്ല. അച്ഛനൊന്ന് മെച്ചൂർഡൊക്കെ ആയി വരട്ടെ. എന്തായാലും അച്ഛനോട് പറഞ്ഞേ പറ്റൂ. അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ചെറിയച്ഛനെയും ചേട്ടനെയും കൂടെ ഒന്നിച്ച് പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അവളെന്നെ കൊല്ലാനുള്ള കലിയുമായിട്ട് നടക്കുമായിരുന്നു. പക്ഷേ അതൊക്കെ ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ കരുതിയതേയല്ല എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ എന്തിനെ വെറുക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവളെ വെറുത്തതാണ്. പക്ഷേ അവളുടെ ഈ ദുരൂഹ മരണം അത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. മുമ്പ് പോയതുപോലെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ പോയതോ അതോ ഇനി ആരെങ്കിലും ചതിച്ചതോ ആയിരിക്കാം എന്നുള്ള ഒരു ചിന്തയല്ലാതെ മറ്റൊന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. ശരി, താനെന്തെങ്കിലും കഴിച്ചോ എന്നിങ്ങനെ വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഇല്ല, ഞാനൊന്നും കഴിച്ചില്ല, എനിക്കൊന്നും ഇറങ്ങത്തില്ല. എപ്പോഴെങ്കിലും സങ്കടം കൂടി മനസ്സ് കൈവിട്ടു പോകുന്നുവെന്ന് തോന്നുന്ന അവസ്ഥ വന്നാൽ പെട്ടെന്ന് തന്നെ താൻ എന്നെ വിളിക്കണേ. താനിങ്ങനെ ഉറങ്ങാതിരുന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ശരീരം ആകെ തളർന്നു പോകും. അല്പനേരമെങ്കിലും ഒന്ന് ഉറങ്ങ്, കുറച്ചെങ്കിലും സമാധാനം കിട്ടട്ടെ എന്നൊക്കെ വരുൺ പറയുമ്പോൾ ശരി, വരുൺ ഇനി ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് രാധിക വീണ്ടും അവിടെ നിന്ന് കരയുവാണ്. എൻ്റെ ഈശ്വര, എൻ്റെ അച്ഛൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും പറഞ്ഞ ചിതാഭസ്മം ഇങ്ങനെ മാറോടെ ചേർത്ത് പിടിച്ചു വെച്ച് രാധിക പൊട്ടി കരയുവാണ്. രാവിലെ ദേവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ തോർത്തുകൊണ്ട് തുടച്ചു കൊടുക്കുവാണ് നമ്മുടെ യശോദ. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. എന്തൊക്കെയോ സ്വപ്നം കണ്ടങ്ങ് ഞെട്ടി ഉണരുമായിരുന്നു. എൻ്റെ അവസ്ഥയെ അതുതന്നെയായിരുന്നു. കണ്ണടച്ചാൽ ഓരോ കാഴ്ചകളായിരുന്നു. രാധികമോക്ക് നല്ല വിഷമമുണ്ട് ഇല്ലേ യശോദെ എന്നൊക്കെ ഇങ്ങനെ ദേവൻ ചോദിക്കുന്നുണ്ട്. ഇല്ല ദേവേട്ട, അതൊക്കെ ദേവേട്ടൻ്റെ വെറും തോന്നലാണ്. അസുഖം മാറി വീട്ടിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയോ ഒരു തോന്നൽ ഇങ്ങനെ മനസ്സിൽ കിടക്കുവാണ്. എഴുന്നേറ്റ ഉടനെ വരുണിനെയും രാധികയെ ഒന്ന് ചേർക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് നടന്നില്ല. എനിക്കിപ്പോൾ യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് കണിമംഗലത്തോട്ടൊന്ന് പോയാലോ? കൊള്ളാം ദേവേട്ട, ഈ അവസ്ഥയിലോ? എന്തൊക്കെയായി പറയുന്നത്? പറ്റില്ല യശോദ, അങ്ങോട്ട് പോകണം. പരമേശ്വരൻ സാറിനെയും പത്മിനിയെയും പോയി കാണണം. കല്യാണ ദിവസം നമ്മുടെ ഭാഗത്ത് വന്ന പിഴയെല്ലാം പറയണം. എന്നിട്ട് അവരെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച് നമ്മുടെ അമ്പലത്തിൽ വെച്ച് ചെറിയ ഒരു ചടങ്ങ് അവരെ ഒന്നിച്ച് ചേർക്കാൻ വേണ്ടി മാത്രം. പ്രിയങ്കമോൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്യണം. എന്നിട്ട് ഞാൻ എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവളാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്നൊരു മോഹം പറഞ്ഞപ്പോൾ നമ്മളത് തടഞ്ഞു. അവളുടെ മനസ്സ് മുഴുവൻ അതല്ലേ. ഇനി അതിനൊരു തടസ്സം നിൽക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അതൊക്കെ അവളുടെ ആഗ്രഹം പോലെ നടത്തിക്കോട്ടെ. താനാ ഫോണിങ്ങെടുത്തേ, അത് ആരെ വിളിക്കാനാന്ന് യശോദ ചോദിക്കുമ്പോൾ ഫോൺ എടുത്ത് തന്ത്രി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് രാധിക ചിതാഭസ്മം എടുത്തുകൊണ്ട് വരുന്നത് സുകുമാരി അമ്മ കാണുന്നുണ്ട്. എന്താണ് രാധികയുടെ കയ്യിൽ വെച്ചിരിക്കുന്നത്? സുകുമാരി അമ്മയ്ക്ക് സംശയമായി. സുകുമാരി അമ്മ സംശയദൃഷ്ടിയോടെ ഇങ്ങനെ രാധികയെ തന്നെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സുകുമാരി അമ്മ രാധിക കാണാതെ രാധികയുടെ കൂടെ പോയി അതെന്താണെന്ന് കണ്ടുപിടിക്കുമോ? ആ ചിതാഭസ്മം ആരുടേതാണെന്ന് സുകുമാരി അമ്മ തിരിച്ചറിയുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.